ശക്തമായ പ്രളയം വരൾച്ചയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പല പുഴകളും നീരുറവകളും വറ്റിക്കഴിഞ്ഞു. കടുത്ത ജലക്ഷാമത്തിനുള്ള സാധ്യത. ഇത് മലമ്പുഴ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന നൊച്ചിത്തോട് ഒരു തുള്ളി വെള്ളമില്ലാത്ത വിധം പൂർണ്ണമായും വറ്റി. വലിയ പുഴ, മൈലാടിപ്പുഴ, ഒന്നാം പുഴ തുടങ്ങിയ പുഴകളെല്ലാം ചെറിയ നീരുറവകളായി മാത്രം ഒഴുകുന്നു. നീരൊഴുക്ക് കുറഞ്ഞാൽ ഡാമിലെത്തുന്ന വെള്ളവും ഗണ്യമായി കുറയും. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളത്തെ ബാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത വിധമാണ് ജലാശയങ്ങൾ വറ്റുന്നത്. വാളയാർ സിമെന്റ് ഫാക്ടറിയിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് അവിടെ കോടിക്കണക്കിൽ ഉൾപ്പെടെ ഭിത്തികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മഴ വരുന്നതോടുകൂടെ ആ സാധനം മുഴുവൻ ഇടിഞ്ഞുപോയി. മണലുകൾ കൊണ്ടുള്ള അടഞ്ഞു. ഒന്നാം പുഴയുടെ ഗതി മാറി. ഡാമിലേക്ക് ഒഴുകുന്ന പ്രധാന ഒരു പുഴയായിരുന്നു ആ പുഴ. 3/4% ഇപ്പം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മലമ്പുഴ ഡാമിലേക്ക് എത്തുന്ന ജലാശയങ്ങളുടെ മാത്രം അവസ്ഥയല്ലത്. പ്രളയത്തിന് ശേഷം പല പുഴകളുടെയും ഉറവ വരെ മണ്ണിനടിയിൽപ്പെട്ട് ഇല്ലാതായി. ശക്തമായ വെള്ളപ്പൊക്കം വരൾച്ചയ്ക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പുഴയിൽ നേരത്തെ ഉണ്ടായിരുന്ന അടിത്തട്ടിലുണ്ടായിരുന്ന ക്ലേ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. മണലും ക്ലേയും കൂടെ ചേർന്ന ഭാഗം ഉണ്ടായിരുന്നു. അതിലെ ക്ലേ മൊത്തം പോയി കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ കൂടെ പുഴയിൽ കൂടെ വെള്ളം പോകുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും താഴേക്ക് ഇറങ്ങിപ്പോവും, ഒലിച്ചു പോകും പെട്ടെന്ന് തന്നെ. സ്ലോപ്പ് അനുസരിച്ചിട്ട് അതിൻ്റെ സ്പീഡ് കൂടുകയും ചെയ്യും. മലഞ്ചരിവിലുള്ള ചെറിയ തോടുകളിലൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വറ്റി. പുഴകളടക്കമുള്ള നീരുറവുകൾ വറ്റുന്നത് വലിയ തോതിലുള്ള കുടിവെള്ളക്ഷാമത്തിന് കാരണമാകും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.